എം മണിയുടെ കാര്യത്തിൽ ചില മാധ്യമങ്ങൾക്ക് പ്രത്യേക താൽപര്യമെന്ന റോയി കെ പൗലോസ്. മണിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചതു മുതൽ കോൺഗ്രസ് പാർട്ടി അപകീർത്തിപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 12-ാം തീയതി തന്നെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ പറഞ്ഞു, മഞ്ചേരി ബേബിയുടെ 30ാം അനുസ്മരണ ദിനം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ബന്ധുക്കൾ അത് ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് പത്രത്തിന്റെ ഹെഡിങ്. അതിന്റെ അകത്തൊരു ചെറിയ കോളം ന്യൂസ്, മണിയെ നുണപരിശോധനയ്ക്ക് മണിയെയും മറ്റ് സഹപ്രതികളായിട്ടുള്ള ആളുകളെയും പ്രതിപട്ടികയിൽ വന്നിട്ടുള്ള ആളുകളെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കുന്നു എന്ന് ഇത്രയും പ്രാധാന്യം കൊടുക്കാതെ അതിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വാർത്തയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ബലമായിട്ടുള്ള വിശ്വാസം, ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതുവരെയും ഇല്ലാതിരുന്ന ഒരു താല്പര്യം പെട്ടെന്ന് ആ കേസുമായി ബന്ധപ്പെട്ട പത്രം എഴുതിയിരിക്കുക. നുണപരിശോധനയ്ക്ക് വിധേയരാക്കുന്നു ബന്ധപ്പെട്ട പ്രതികളെ എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തൊട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന പത്രം ഇതിനെതിരായിട്ട് വളരെ മോശമായിട്ട് കോൺഗ്രസ് പാർട്ടി ഈ കേസ് ഒതുക്കാൻ ശ്രമിക്കുന്നു, പാർട്ടി നേതാക്കന്മാർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് തുടങ്ങിയ വാർത്തകളാണ് ആ പിറ്റേ ദിവസം തൊട്ട് 12-ാം തീയതി തൊട്ടുള്ള വാർത്തകളിലൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിങ്ങൾ പലരും അന്നവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. 13-ാം തീയതി മഞ്ചേരി ബേബി അനുസ്മരണ ദിനത്തിൽ ചെമ്മണ്ണായിട്ടുണ്ടായിരുന്ന ആളുകളാണ്. ഞാനൊരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വാർത്ത ഒരു പത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാൻ ആ മീറ്റിംഗിൽ ചില കാര്യങ്ങളോട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞൊരു പത്രധർമ്മത്തിന് യോജിച്ചതല്ല. ഞങ്ങൾ ആദ്യമായിട്ടല്ല 30 വർഷത്തിനിടയിൽ ഞാൻ തന്നെ 4ാമത്തെ പ്രാവശ്യമാണ് തുടർച്ചയായിട്ട് പോയി ഈ ബേബി അനുസ്മരണ ദിനത്തിൽ പോയി പ്രസംഗിക്കുന്നയാൾ. 3 പ്രാവശ്യം ഞാൻ അത് പോയി ഉദ്ഘാടനം ചെയ്തു പോകുന്നയാള്. പി.ടി. തോമസ് DC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എല്ലാ വർഷവും ആ അനുസ്മരണ ചടങ്ങ് നടത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇടയ്ക്ക് ഏതെങ്കിലും വർഷം വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ 8 വർഷമായിട്ട് നിരന്തരമായിട്ട് ഒരു വർഷം പോലും വിടാതെ ഈ മഞ്ചേരി ബേബിയുടെ അനുസ്മരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ബുദ്ധിയുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ 30ാമത് വാർഷികം ആദ്യമായിട്ട് ആചരിക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി തയ്യാറാവുകയാണെന്നും അതിനെ ബന്ധുക്കള് അതിനെതിരായിട്ട് നിൽക്കുകയാണെന്നും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനമധ്യത്തിൽ പാർട്ടിയെ വളരെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിൽ ഒരു വാർത്ത സൃഷ്ടിച്ചത് ഞാൻ സ്വാഭാവികമായിട്ടും അവിടെ പറഞ്ഞു. ഒരു ശരിയല്ല, ഒരു പത്രധർമ്മം ഇതല്ല. ഇത്തരൊരു വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് പരിശോധിക്കണം. ഞാൻ തന്നെ 4ാമത്തെ പ്രാവശ്യമാണ് വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്.